ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ മൂന്നാമത്തെ പാഠത്തിൻ്റെ പേരാണ് ആയിരം ആയിരം. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? കായികമേള. പൂമലക്കാട്ടിൽ കായികമേള നടക്കുകയാണ്. മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവരും ചെസ്റ്റ് നമ്പർ വാങ്ങേണ്ടതാണ്. 986 മുതലുള്ള 15 പേർ ലോങ് ജമ്പ് മത്സരത്തിന് തയ്യാറാകുക. അപ്പോൾ വിളിച്ചു പറയുന്നതാണ്, പൂമലക്കാട്ടിൽ കായികമേള നടക്കുകയാണ്. മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ചെസ്റ്റ് നമ്പർ ഉണ്ട് അല്ലേ? അപ്പോൾ 986 മുതലുള്ള 15 പേരാണ് ലോങ് ജമ്പ് മത്സരത്തിന് തയ്യാറാകണമെന്ന് പറയുന്നത്. ലോങ് ജമ്പ് മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ ചെസ്റ്റ് നമ്പറുകൾ എഴുതുക. അപ്പോൾ 986 ആണ്. ബാക്കിയുള്ളവരുടെ നമ്പർ നമുക്കൊന്ന് എഴുതി നോക്കാം. 15 പേരാണ് അല്ലേ? 986 ഒരാളായി. ബാക്കി 14 പേരുടെ നമ്പറാണ്. അപ്പോൾ 987, 988, 989, 990, 991, 992, 993, 994, 995, 996, 997, 998, 999, 1000. അപ്പോൾ ഓരോരുത്തരും വരുന്നത് നോക്കൂ. ഞാനുമുണ്ടേ, നീ 1001 ലോങ് ജമ്പിൽ നിൻ്റെ പേരില്ല. അപ്പോൾ മുയലിനോട് കുരങ്ങ് പറയുന്നതാണ്. 1000ഉം 1ഉം ചേർന്നതാണ് 1001. അപ്പോൾ ചെസ്റ്റ് നമ്പർ എത്ര വരെയായിരുന്നു? 986 മുതൽ 1000 വരെയായിരുന്നു അല്ലേ? 15 പേര്. അപ്പോൾ മുയലിൻ്റേത് എത്രയാണ്? 1001. ചെസ്റ്റ് നമ്പർ താഴെ വീണല്ലോ, ക്രമത്തിലാക്കി തരുമോ? ചെസ്റ്റ് നമ്പർ താഴെ വീണു കുരങ്ങിൻ്റെ കയ്യിൽ നിന്ന്. അതൊന്ന് നേരെയാക്കി കൊടുക്കണം. 1002, 1003, 1004. ഇനി അതിനോടൊന്ന് കൂട്ടുമ്പോൾ 1005. അങ്ങനെ ഓരോന്ന് കൂട്ടി എഴുതണം. 1006, 1007, 1008, 1009, 1010, 1011, 1012. അനൗൺസ്മെൻറ്റ്. മഞ്ചാടി പെറുക്കൽ മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ ചെസ്റ്റ് നമ്പറുകളാണ് പട്ടികയിൽ. അനൗൺസ് ചെയ്യണമെങ്കിൽ ഒഴിഞ്ഞ കളങ്ങൾ പൂർത്തിയാക്കണം. കുട്ടനാനയെ സഹായിക്കാമോ? ആദ്യത്തേത് 879, 879. അടുത്തത് 904, 904. 918, 918. 906, 906. 809, 809. 749, 749. ATM. സമ്മാനം സ്പോൺസർ ചെയ്തത് ടിറ്റു തത്തയാണ്. സമ്മാനങ്ങൾക്ക് 760 രൂപയായി. പണമെടുക്കാൻ ATMൽ പോയി. കാട്ടിലെ ATMൽ 100ൻ്റെയും 10ൻ്റെയും 1ൻ്റെയും നോട്ടുകളും നാണയങ്ങളും മാത്രമേയുള്ളൂ. ഏതൊക്കെ നോട്ടുകളും നാണയങ്ങളും കിട്ടിയിട്ടുണ്ടാകും? എത്ര വീതം? അപ്പോൾ ടിറ്റു തത്തയാണ് സമ്മാനം കൊടുക്കുന്നത്. സമ്മാനത്തിന് 760 രൂപയായി. അപ്പോൾ പണമെടുക്കാൻ പോയപ്പോൾ ATMലുള്ളത് 100ൻ്റെ ഉണ്ട്, 10ൻ്റെ ഉണ്ട്, 1ൻ്റെ നോട്ടുകളുണ്ട്, അതുപോലെ തന്നെ നാണയങ്ങളുമുണ്ട്. അപ്പോൾ 760 ആവണമെങ്കിൽ എത്ര രൂപ എടുത്തിട്ടുണ്ടാവണം? എങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടാവണം? അപ്പോൾ നമുക്ക് 2 രീതിയിൽ കണ്ടുപിടിക്കാം. ആദ്യത്തേത് 100 രൂപയുടെ നോട്ടുകൾ 7 എണ്ണം. അങ്ങനെയാണെങ്കിൽ 700 രൂപ. 10 രൂപയുടെ നോട്ടുകൾ 6 എണ്ണം. അപ്പോൾ 60 രൂപ. 700 കൂട്ടണം 60, 760. ഇനി മറ്റൊരു രീതിയിൽ ചെയ്തു നോക്കാം. 100 രൂപയുടെ നോട്ടുകൾ 7 എണ്ണം. അപ്പോൾ 700 രൂപ. 10 രൂപയുടെ നോട്ടുകൾ 5 എണ്ണം. അപ്പോൾ 50 രൂപ. ഇനി 1 രൂപയുടെ നാണയങ്ങൾ 10 എണ്ണം. മൊത്തം വരുന്നത് 700 കൂട്ടണം 50 കൂട്ടണം 10, 760 രൂപ. പണം ശേഖരിക്കാം. കായികമേളയുടെ ഭക്ഷണത്തിനായി പണം ശേഖരിക്കാൻ 4 പേരെ ചുമതലപ്പെടുത്തി. കിട്ടിയ തുക എഴുതിയിരിക്കുന്നത് നോക്കൂ. അപ്പോൾ 4 പേരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അവർ കൊണ്ടുവന്നത് ആദ്യത്തേത് 100 രൂപ നോട്ടുകളും 10 രൂപ നോട്ടുകളും 1 രൂപ നോട്ടുകളുമാണ്. തുക എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? 9 100 രൂപ നോട്ടുകൾ എന്ന് പറയുമ്പോൾ 900. 10 രൂപയുടെ 8 നോട്ടുകൾ അപ്പോൾ 80. 1 രൂപയുടെ 3 നാണയങ്ങൾ അപ്പോൾ 3 രൂപ. 900 കൂട്ടണം 80 കൂട്ടണം 3, 983. അടുത്തത് കുറുക്കനാണ്. 100 രൂപ നോട്ടുകൾ എത്രയാണ്? 7. 10 രൂപ നോട്ടുകൾ 14. അപ്പോൾ 7 100 രൂപ എന്ന് പറയുമ്പോൾ 700.
10 രൂപയുടെ 14 നോട്ടുകൾ എന്ന് പറയുമ്പോൾ 140. 700 കൂട്ടണം 140 എത്രയാണ്? 840 രൂപയാണ് കുറുക്കൻ കൊണ്ടുവന്നത്. പരുന്ത് കൊണ്ടുവന്നത് 785 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മൂങ്ങ കൊണ്ടുവന്നത് 909 രൂപയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 10 രൂപ നോട്ടുകളാണ്. 10 രൂപ നോട്ടുകൾ എന്ന് പറഞ്ഞാൽ 100 രൂപയാണ് അല്ലേ? ബാക്കി വരുന്നത് 809 രൂപയാണ്. അത് എത്ര 100 രൂപയുണ്ട്, എത്ര 1 രൂപയുണ്ട് നമുക്ക് എഴുതാം. അപ്പോൾ പരുന്ന് കൊണ്ടുവന്നത് 100 രൂപ നോട്ടുകൾ 7 എണ്ണമാണെങ്കിൽ 700 രൂപ, 10 രൂപ നോട്ടുകൾ 8 എണ്ണമാണെങ്കിൽ 80, 1 രൂപ നാണയങ്ങൾ 5 എണ്ണമാണെങ്കിൽ 5 രൂപ. ആകെ 700 കൂട്ടണം 80 കൂട്ടണം 5 785. നിങ്ങൾക്ക് മറ്റു രീതിയിലും 785 എഴുതാം. അതുപോലെ മൂങ്ങ കൊണ്ടുവന്നത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 10 രൂപ നോട്ടുകളാണ് എന്ന് അല്ലേ? അപ്പോൾ 100 രൂപ അതിൽ നിന്ന് മാറ്റിവെച്ചാൽ ബാക്കി 809 രൂപയാണ്. അപ്പോൾ 100 രൂപയുടെ 8 നോട്ടുകളാണെങ്കിൽ 800 രൂപ, 1 രൂപയുടെ നാണയങ്ങൾ 9 എണ്ണമാണെങ്കിൽ 9 രൂപ. മൊത്തം 800 കൂട്ടണം 100 കൂട്ടണം 9 909. അപ്പോൾ ഇങ്ങനെയാണ് ടേബിൾ വരുന്നത്, കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും പൂരിപ്പിക്കണം. ചക്കിപ്പരുന്ത് ശേഖരിച്ച തുക 785. ഈ തുക എങ്ങനെയൊക്കെ ആകാമെന്ന് കാട്ടിലെ കൂട്ടുകാർ ആലോചിച്ചത് നോക്കൂ. അപ്പോൾ 785 എങ്ങനെയൊക്കെ എഴുതാമെന്ന് കാട്ടിലെ കൂട്ടുകാർ ചിന്തിക്കുകയാണ്. മാൻ എന്താണ് ചിന്തിക്കുന്നത്? 7 നൂറുകൾ, ഡാഷ് 10കൾ, 5 ഒന്നുകൾ. അപ്പോൾ എത്രയായിരിക്കും? 7 100 എന്ന് പറയുമ്പോൾ 700, 5 1 എന്ന് പറയുമ്പോൾ 5, 705. അതിൻ്റെ കൂടെ എത്ര 10കൾ വേണം? 8 10കൾ. അപ്പോൾ 80 ആകും അല്ലേ? 700 കൂട്ടണം 80 കൂട്ടണം 5 785. ഇനി കടുവ ചിന്തിക്കുന്നത് ഡാഷ് ഒന്നുകൾ എന്നാണ്. എത്ര ഒന്നുകൾ വേണം 785 ആകാൻ? 785 ഒന്നുകൾ. ഇനി മുയൽ നോക്കൂ, 7 നൂറുകൾ. അപ്പോൾ 700, 85 ഒന്നുകൾ 85. ആകെ തുക 700 കൂട്ടണം 85 785. അടുത്തത് ഡോൾഫിനാണ്, 78 10കൾ. അപ്പോൾ എത്രയാണ്? 780. 5 ഒന്നുകൾ. ഉത്തരം 5. 780 കൂട്ടണം 5 785. അടുത്തത് കരടി, 700 കൂട്ടണം 80 കൂട്ടണം 5 785. കുരങ്ങൻ, 70 10കൾ. 700, 85 ഒന്നുകൾ 85. ആകെ തുക 700 കൂട്ടണം 85 785. അടുത്തത് തത്ത, 6 നൂറുകൾ. 600, 18 10കൾ 180, 5 ഒന്നുകൾ 5. 600 കൂട്ടണം 180 കൂട്ടണം 5 785. ഇനി മൂങ്ങയാണ്, 600 കൂട്ടണം 185. ഉത്തരം വരുന്നത് 785. ഇങ്ങനെ പല രീതിയിൽ 785 എഴുതാം. കുഞ്ഞൻ മൂങ്ങയ്ക്ക് കിട്ടിയ 909 രൂപയെ വ്യത്യസ്ത രീതിയിൽ നോട്ട്ബുക്കിൽ എഴുതൂ. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ഒന്നാമത്തേത് 9 നൂറുകൾ 9 ഒന്നുകൾ. 900 കൂട്ടണം 9 909. ഇനി അടുത്തത് 90 10കൾ 9 ഒന്നുകൾ. 90 10കൾ എന്ന് പറഞ്ഞാൽ 900, 9 ഒന്നുകൾ. 900 കൂട്ടണം 9 909. ഇനി മൂന്നാമത്തേത് 8 നൂറുകൾ. അപ്പോൾ 800, 10 10കൾ. അപ്പോൾ 100, 9 ഒന്നുകൾ 9. 800 കൂട്ടണം 100 കൂട്ടണം 9 909. പിന്നെ അവസാനം 909 ഒന്നുകൾ. ഉത്തരം 909. തീറ്റ മത്സരം. തീറ്റ മത്സരത്തിനായി കരിമ്പ് കെട്ടുകളാക്കി വയ്ക്കുകയാണ് മല്ലനാന. 100 എണ്ണം വീതമുള്ള 20 കെട്ടുകൾ തയ്യാറാക്കി വെച്ചു. ആകെ എത്ര കരിമ്പുകളുണ്ട്? അപ്പോൾ ഒരു കെട്ടിൽ 100 എണ്ണമാണുള്ളത്. അങ്ങനെയുള്ള 20 കെട്ടാണ് ഉണ്ടാക്കി വെച്ചത്. 2000 കരിമ്പുകളാണ് ഉണ്ടായിരുന്നത്. തീറ്റ മത്സരം നടക്കുന്നിടത്തേക്ക് കരിമ്പ് കൊണ്ടുപോകാമെന്ന് ജിമ്പൻ ജിറാഫും ബാലുക്കരടിയും ഡിങ്കു കഴുതയും സമ്മതിച്ചു. എത്ര എണ്ണം വീതമാണ് ഓരോരുത്തരും കൊണ്ടുപോയത്? അപ്പോൾ 20 കെട്ടാണുള്ളത് അല്ലേ?
അതിൽ ജിറാഫ് കൊണ്ടുപോയത് 6 കെട്ടാണ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാലു കരടി കൊണ്ടുപോയത് 10 എണ്ണമാണ്. ഇനി ഡിങ്കു കഴുതയുടേതാണ് എഴുതേണ്ടത്. അപ്പോൾ രണ്ടുപേരും 6ഉം 10ഉം കൊണ്ടുപോയപ്പോൾ 16 കെട്ടായി അല്ലേ. ബാക്കി വരുന്നത് ഇനി 20ൽ നിന്ന് 4 കെട്ടാണ് ബാക്കി. അപ്പോൾ കഴുത കൊണ്ടുപോകുന്നത് 4 കെട്ടായിരിക്കും. ഇനി കരിമ്പുകളുടെ എണ്ണം നോക്കാം. ജിംബൻ ജിറാഫ് കൊണ്ടുപോയത് 6 കെട്ടാണ് എന്ന് പറഞ്ഞു അല്ലേ. ഒരു കെട്ടിൽ 100 ആണ്. അപ്പോൾ 6 കെട്ടിൽ 100, 200, 300, 400, 500, 600. കരടി കൊണ്ടുപോയതോ 10 കെട്ടാവുമ്പോൾ 1000. കഴുത കൊണ്ടുപോയത് 4 കെട്ടാണ് അല്ലേ. അപ്പോൾ 400. മൊത്തം വരുന്നത് 600, 1000, 400. 2000 കരിമ്പുകളാണ് മൊത്തം ഉള്ളത്. തീറ്റ മത്സരത്തിനായി കൊണ്ടുവന്ന 2000 മാമ്പഴം 4 ചാക്കുകളിൽ തുല്യമായി വെച്ചിരിക്കുകയാണ്. ഓരോ ചാക്കിലും എത്ര വീതം? 2000ന് തുല്യ ഭാഗങ്ങളാക്കി മാറ്റാൻ നമുക്ക് അറിയില്ലെങ്കിൽ എന്തു ചെയ്താൽ മതി? 2000ൻ്റെ പകുതി എടുക്കുക. അപ്പോൾ നമുക്ക് 1000 കിട്ടും അല്ലേ. ഇനി 2000ങ്ങളാണ് ഉള്ളത് ഇപ്പോൾ. അപ്പോൾ ആദ്യത്തെ 1000നെ 2 ഭാഗങ്ങളാക്കുക. രണ്ടാമത് കിട്ടിയ 1000നെയും 2 ഭാഗങ്ങളാക്കുക. അപ്പോൾ നമുക്ക് എത്രയാ കിട്ടുക? 500 വീതമാണ് കിട്ടുക. 4 ചാക്കിലും 500 വീതം മാങ്ങകളാണ് ഉള്ളത്. നമ്മൾ 20നെ 4 ഭാഗങ്ങളാക്കുമ്പോൾ എത്രയാണ്? 5, 5, 5, 5. 4 5 ചേർന്നതാണ് 20. അപ്പോൾ 2000 ആണെങ്കിലോ എത്രയാണ്? 500, 500, 500, 500. 4 ചാക്കുകളിലും 500 വീതം വെച്ചാലാണ് 2000 മാമ്പഴം കിട്ടുക. വെള്ളംകുടി മത്സരം. വെള്ളംകുടി മത്സരത്തിന് പേര് നൽകിയവർ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക. അപ്പോൾ ആരൊക്കെയാണ്? കുറേ പേരുണ്ട് അല്ലേ. ആനയുണ്ട്, ജിറാഫുണ്ട്, പുലിയുണ്ട്, കരടിയുണ്ട്, അതുപോലെ തന്നെ ഒട്ടകമുണ്ട്, പോത്തുണ്ട്. 50 ലിറ്റർ, 20 ലിറ്റർ, 10 ലിറ്റർ വെള്ളം വീതം നിറച്ച പാത്രങ്ങളാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നയാൾ ജയിക്കും. അപ്പോൾ 50 ലിറ്ററിൻ്റെ പാത്രമുണ്ട്, 20 ലിറ്ററിൻ്റെയുണ്ട്, 10 ലിറ്ററിൻ്റെയുണ്ട്. ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നയാളാണ് ജയിക്കുക. ഓരോരുത്തരും കുടിച്ച വെള്ളത്തിൻ്റെ അളവ് നോക്കൂ. പട്ടിക പൂർത്തിയാക്കൂ. വെള്ളത്തിൻ്റെ അളവ് 50 ലിറ്റർ, 20 ലിറ്റർ, 10 ലിറ്റർ എന്ന് പറഞ്ഞു അല്ലേ. ജിംബൻ ജിറാഫ് കുടിച്ചത് 50 ലിറ്ററിൻ്റെ 1 പാത്രം, അതുപോലെ തന്നെ 20 ലിറ്ററിൻ്റെ 3 പാത്രം, 10 ലിറ്ററിൻ്റെ 1 പാത്രം. അപ്പോൾ ആകെ എത്ര ലിറ്റർ വെള്ളം കുടിച്ചു? 50 കൂട്ടണം 60 കൂട്ടണം 10, 120 ലിറ്റർ വെള്ളമാണ് ജിംബൻ ജിറാഫ് കുടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കൊമ്പനാന 50 ലിറ്ററിൻ്റെ 3 പാത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ചു. അതുപോലെ തന്നെ 20 ലിറ്ററിൻ്റെ 4 പാത്രം, 10 ലിറ്ററിൻ്റെ 2 പാത്രം. അപ്പോൾ 150 കൂട്ടണം 80 കൂട്ടണം 20, 250 ലിറ്റർ വെള്ളമാണ് കൊമ്പനാന കുടിച്ചിട്ടുള്ളത്. ഇനി ജിൻഡുക്കരടി 20 ലിറ്ററിൻ്റെ 2 പാത്രം, 10 ലിറ്ററിൻ്റെ 2 പാത്രം. അപ്പോൾ 40 കൂട്ടണം 20, 60 ലിറ്റർ വെള്ളമാണ് ജിൻഡു കരടി കുടിച്ചത്. കുട്ടനൊട്ടകം 5 20 ലിറ്റർ വെള്ളം കുടിച്ചു. അതുപോലെ തന്നെ 10 ലിറ്ററിൻ്റെ 10 പാത്രം വെള്ളം കുടിച്ചു. അപ്പോൾ 100 കൂട്ടണം 100, 200 ലിറ്റർ വെള്ളമാണ് കുട്ടനൊട്ടകം കുടിച്ചത്. മല്ലൻ കടുവ ആകെ എത്ര ലിറ്റർ വെള്ളം കുടിച്ചു എന്നാണ് തന്നിരിക്കുന്നത്. 80 ലിറ്റർ വെള്ളമാണ് ആകെ കുടിച്ചത്. അപ്പോൾ ഏതിൽ നിന്നൊക്കെ ആയിരിക്കും കുടിച്ചിട്ടുണ്ടാവുക? അത് എഴുതണം. അതുപോലെ തന്നെ ചില്ലു കാട്ടുപോത്ത് 100 ലിറ്റർ വെള്ളമാണ് ആകെ കുടിച്ചത്. അപ്പോൾ നമുക്ക് 80 ലിറ്റർ വെള്ളം കിട്ടാൻ മല്ലൻ കടുവയ്ക്ക് എങ്ങനെ കൊടുക്കാം? 50 ലിറ്ററിൻ്റെ 1 പാത്രം, 20 ലിറ്ററിൻ്റെ 1 പാത്രം, 10 ലിറ്ററിൻ്റെ 1 പാത്രം. അപ്പോൾ 50 കൂട്ടണം 20 കൂട്ടണം 10, 80. ചില്ലു കാട്ടുപോത്തിന് 100 ലിറ്ററാണ് അല്ലേ. അപ്പോൾ 50 ലിറ്ററിൻ്റെ 2 പാത്രം ആവുമ്പോൾ 100 ലിറ്റർ കിട്ടും. അപ്പോൾ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കേണ്ടത് ഇങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ വെള്ളം കുടിച്ചത് കൊമ്പനാനയും അതുപോലെ തന്നെ ഏറ്റവും കുറവ് കുടിച്ചത് ജിൻഡുക്കരടിയുമാണ്. ആരാണ് ജയിച്ചത്? 50 ലിറ്ററിൻ്റെ 2 പാത്രം വെള്ളം കുടിക്കുന്നതിന് പകരം 20 ലിറ്ററിൻ്റെ എത്ര പാത്രം വെള്ളം കുടിക്കണം? ജയിച്ചത് കൊമ്പനാനയാണ്. 250 ലിറ്റർ വെള്ളമാണ് കുടിച്ചത്. ഇനി അടുത്ത ചോദ്യം എന്തായിരുന്നു? 50 ലിറ്ററിൻ്റെ 2 പാത്രത്തിന് പകരം 20 ലിറ്ററിൻ്റെ എത്ര പാത്രം വെള്ളം കുടിക്കണമെന്നാണ് അല്ലേ.
50 ലിറ്ററിൻ്റെ 2 പാത്രമാണെങ്കിൽ 50 കൂട്ടണം 50 100 ലിറ്റർ വെള്ളമുണ്ട്. അപ്പോൾ 20 ലിറ്റർ പാത്രത്തിൽ കുടിക്കുമ്പോൾ 100 ആകുന്നത് വരെ എഴുതി നോക്കണം വേണ്ടേ? അപ്പോൾ 20 കൂട്ടണം 20 40, 40 കൂട്ടണം 20 60, 60 കൂട്ടണം 20 80, 80 കൂട്ടണം 20 100. അപ്പോൾ 5 തവണ നമ്മൾ എഴുതി 20 40 60 80 100. 5 പാത്രം വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ 10 ലിറ്ററിൻ്റെ പാത്രത്തിലെ വെള്ളമായാലോ? ആകെ വേണ്ടത് 100 ലിറ്ററാണ് അല്ലേ? അപ്പോൾ 100 ആകുന്നത് വരെ 10 കൂട്ടി നോക്കാം. എത്ര 10 വേണം? 10 പാത്രത്തിലെ വെള്ളം കുടിച്ചാലാണ് 100 ലിറ്റർ ആവുക. വേനൽക്കാലത്ത് വെള്ളം കുറയുമെന്ന് അറിയാമല്ലോ. വെള്ളം പാഴാക്കാതെ ഉപയോഗിക്കണം. ഓരോരുത്തരും കുടിച്ച വെള്ളത്തിൻ്റെ ലിറ്ററിലുള്ള അളവ് ആരോഹണക്രമത്തിൽ എഴുതും. ആരോഹണക്രമം എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്. 60, 80, 100, 120, 200, 250. സമ്മാന കൂപ്പൺ. കായിക മത്സരത്തിൽ ആദ്യത്തെ 3 സ്ഥാനങ്ങളിൽ വന്നവർക്ക് കങ്കാരു സ്പോർട്സ് 900 രൂപ വീതമുള്ള സമ്മാന കൂപ്പണുകൾ നൽകി. ഓരോരുത്തർക്കും 3 സാധനങ്ങൾ തിരഞ്ഞെടുക്കാം. അവർ തിരഞ്ഞെടുത്തത് ഏതൊക്കെ സാധനങ്ങളാകാം? അപ്പോൾ കായിക മത്സരത്തിൽ 3 സ്ഥാനങ്ങളിൽ വരുന്നവർക്ക് കങ്കാരു സ്പോർട്സ് 900 രൂപ വീതമുള്ള സമ്മാന കൂപ്പണുകൾ നൽകുന്നുണ്ട്. ഓരോരുത്തർക്കും 3 സാധനങ്ങളാണ് തിരഞ്ഞെടുക്കാൻ കഴിയുക. അപ്പോൾ ഏതൊക്കെ സാധനങ്ങളായിരിക്കും അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് തിരഞ്ഞെടുക്കാവുന്ന സാധനങ്ങൾ. ക്രിക്കറ്റ് ബാറ്റ് ഉണ്ട്, ഷട്ടിൽ ബാറ്റ്, ഫുട്ബോൾ, ഷട്ടിൽ കോക്ക്, നെറ്റ്, വോളിബോൾ, ഷൂസ്, ജേഴ്സി, ഗ്ലൗസ്, ചെസ് ബോർഡ്, ക്രിക്കറ്റ് ബോൾ, ഇതൊക്കെയാണുള്ളത്. അതിൻ്റെ വില കണ്ടില്ലേ? അതിന് നേരെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കടുവയും അതുപോലെ തന്നെ പരുന്തും ഡോൾഫിനുമാണ് വിജയിച്ചത്. അവർ തിരഞ്ഞെടുത്ത സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കടുവ തിരഞ്ഞെടുത്ത സാധനങ്ങൾ ഷൂസ് 600 രൂപ, ജേഴ്സി 200 രൂപ, ചെസ് ബോർഡ് 100 രൂപ. അപ്പോൾ ആകെ വില വരുന്നത് 600 കൂട്ടണം 200 കൂട്ടണം 100, 900 രൂപയുടെ സാധനങ്ങളായി. ഇനി പരുന്ത് തിരഞ്ഞെടുത്ത സാധനങ്ങൾ ഫുട്ബോൾ 650 രൂപ, ജേഴ്സി 200 രൂപ, ക്രിക്കറ്റ് ബോൾ 50 രൂപ, 900 രൂപ. ഡോൾഫിൻ തിരഞ്ഞെടുത്തത് നെറ്റ് 400 രൂപ, വോളിബോൾ 350 രൂപ, ഗ്ലൗസ് 150 രൂപ. 400 കൂട്ടണം 350 കൂട്ടണം 150, 900 രൂപ. ഇനി ഈ ഒരു പട്ടികയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് 900 രൂപ വരുന്നത് അവർക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കാവുന്നതാണ്. കുട്ടികളുടെ മത്സരം. കുട്ടികളുടെ മത്സരത്തിനായി ചെസ് നമ്പറുകൾ തയ്യാറാക്കുന്നത് മിട്ടുമുയലാണ്. 100 മീറ്റർ ഓട്ടമത്സരത്തിനായി 10 മുതൽ 20 വരെയുള്ള ചെസ്റ്റ് നമ്പറുകൾ തയ്യാറാക്കി. ചെസ്റ്റ് നമ്പറുകൾ എഴുതിയ എത്ര കാർഡുകളുണ്ട്? അതൊന്ന് കണക്കാക്കാം. എങ്ങനെയാണ്? 10 മുതൽ 20 വരെ നമുക്കൊന്ന് എണ്ണി നോക്കാം. എത്ര സംഖ്യകളാണ് വരുന്നത്? 11 കാർഡുകളാണ് വരുന്നത്. 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഇതുപോലെ ഒരുപാട് എഴുതി നോക്കാതെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. എങ്ങനെയാണ്? 20 കുറയ്ക്കണം 10. അപ്പോൾ നമുക്ക് 10 എന്ന് ഉത്തരം കിട്ടും. അതിൻ്റെ കൂടെ 1 കൂടി കൂട്ടണം. അപ്പോൾ എത്രയാണ്? 10 കൂട്ടണം 1, 11 ഉത്തരം കിട്ടും. എന്തിനാണ് ആ 1 കൂട്ടുന്നത്? നമ്മൾ 20 കുറയ്ക്കണം 10 എന്ന് പറയുമ്പോൾ ആ 10 കൂടി കുറഞ്ഞു പോകുന്നുണ്ട് അല്ലേ? ആ 10നെ കൂട്ടാനാണ് അവസാനം ഉത്തരത്തിൻ്റെ കൂടെ നമ്മൾ 1 കൂടി കൂട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ഇനി അടുത്തത് നോക്കാം. നീന്തൽ മത്സരത്തിന് 30 മുതൽ 50 വരെയുള്ള കാർഡുകൾ ഉണ്ടാക്കി. എത്ര പേർക്കാണ് കാർഡുകൾ കൊടുത്തത്? വേണമെങ്കിൽ നിങ്ങൾക്ക് 30 മുതൽ 50 വരെ എഴുതി നോക്കാം. എന്നാൽ പെട്ടെന്ന് ഉത്തരം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 50 കുറയ്ക്കണം 30, ഉത്തരം 20 കിട്ടി. ഇനി ആ 20ൻ്റെ കൂടെ നമ്മൾ കുറച്ച 30ന് പകരമായിട്ട് 1 കൂടി കൂട്ടണം. അപ്പോൾ ഉത്തരം 21 കിട്ടും. 21 പേർക്കാണ് കാർഡ് കൊടുത്തത്. നെല്ലിക്ക പെറുക്കൽ കളിക്കായി 60 മുതൽ 100 വരെ കാർഡുകൾ ഉണ്ടാക്കണം. എത്ര കാർഡുകൾ ഉണ്ടാക്കണം? 100 കുറയ്ക്കണം 60. അപ്പോൾ ഉത്തരം കിട്ടുന്നത് 40 ആണ്. അതിനോട് 1 കൂട്ടുക. അപ്പോൾ 41 കാർഡുകളാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ മറക്കരുത്, 60 മുതൽ 100 വരെ അല്ലെങ്കിൽ 1 മുതൽ 20 വരെ എത്ര സംഖ്യകളുണ്ട് എന്ന് ചോദിച്ചാൽ ഇതുപോലെയാണ് ഉത്തരം കണ്ടുപിടിക്കേണ്ടത്.
അടുത്തത് ആകെ രണ്ടക്ക സംഖ്യകൾ എത്ര? 90. 10 മുതൽ 99 വരെയുള്ള സംഖ്യകളാണ് രണ്ടക്ക സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ 99 കുറയ്ക്കണം 10 പ്ലസ് 1 90 ഉത്തരം കിട്ടുന്നത്. അടുത്ത ചോദ്യം 100 മുതൽ 200 വരെ എത്ര സംഖ്യകളുണ്ട്? എന്ത് ചെയ്യണം? 200 കുറയ്ക്കണം 100 കൂട്ടണം 1 101 സംഖ്യകളാണ് ഉള്ളത്. എന്തുകൊണ്ടാണ് ആ 1 കൂട്ടുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? 100 മുതൽ 200 വരെ എന്ന് പറയുമ്പോൾ നമ്മൾ 200-ൽ നിന്ന് 100 കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ 100 ഒഴിവായി പോകുന്നുണ്ട്. അതിന് പകരമാണ് നമ്മൾ 1 ചേർക്കുന്നത്. അപ്പോൾ എല്ലാവരും ഓർത്തിരിക്കണം. ആകെ എത്ര മൂന്നക്ക സംഖ്യകൾ? 900. ഏതൊക്കെയാണ്? 100 മുതൽ 999 വരെയുള്ള സംഖ്യകളാണ് മൂന്നക്ക സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവ എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 999 കുറയ്ക്കണം 100 കൂട്ടണം 1. അപ്പോൾ ഉത്തരം കിട്ടുന്നത് 900 ഇനി 1-നും 100-നും ഇടയിൽ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 1-നും 100-നും ഇടയിലുള്ളതാണ് അല്ലേ? ഏതൊക്കെയാണ്? 3 മുതൽ 99 വരെയാണ് ഒറ്റ സംഖ്യകളുള്ളത്. 49 ഒറ്റ സംഖ്യകളാണ് ഉള്ളത്. അടുത്തത് 1-നും 100-നും ഇടയിലുള്ള ഇരട്ട സംഖ്യകളുടെ എണ്ണം എത്രയാണ്? 2 മുതൽ 98 വരെയുള്ളതാണ് ഇരട്ട സംഖ്യകൾ അല്ലേ? അങ്ങനെയുള്ള 49 ഇരട്ട സംഖ്യകളാണ് 1-നും 100-നും ഇടയിൽ ഉള്ളത്. 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 100 കുറയ്ക്കണം 1 കൂട്ടണം 1 അങ്ങനെ കണ്ടുപിടിക്കാം. എന്നാൽ ഇത് ഇരട്ട സംഖ്യകളും ഒറ്റ സംഖ്യകളുമാണ്. അപ്പോൾ ശ്രദ്ധിച്ചെഴുതണം. കാരണം ഇവ ഇടവിട്ടാണ് വരുന്നത്. സംഖ്യാ കാർഡ് കളിയിൽ ഞാനുമുണ്ടേ മാൻ പറയുന്നതാണ്. ഓരോരുത്തർക്കും 4 കാർഡുകൾ വീതം കൊടുക്കും. അക്കങ്ങൾ ആവർത്തിക്കാതെ ഏറ്റവും കൂടുതൽ മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കുന്ന ആളാണ് ജയിക്കുക. മണിയനുറുമ്പിന് കിട്ടിയ കാർഡുകൾ നോക്കൂ. അപ്പോൾ ഓരോരുത്തർക്കും 4 കാർഡാണ് കൊടുക്കുന്നത്. ആവർത്തിക്കാതെ മൂന്നക്ക സംഖ്യ ഉണ്ടാക്കണം. അപ്പോൾ മണിയനുറുമ്പിന് കിട്ടിയത് 9, 3, 2, 5 എന്നീ നമ്പറുകൾ എഴുതിയിട്ടുള്ള കാർഡുകളാണ്. അപ്പോൾ അത് വെച്ച് ആവർത്തിക്കാതെ എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാമെന്ന് നോക്കാം. 24 മൂന്നക്ക സംഖ്യയാണ് ഉണ്ടാക്കാൻ കഴിയുന്നത്. 2 കൊണ്ട് തുടങ്ങുന്നവ 235, 239, 253, 259, 293, 295. 3 കൊണ്ട് തുടങ്ങുന്നവ 325, 329, 352, 359, 392, 395. 5 കൊണ്ട് തുടങ്ങുന്നവ 523, 529, 532, 539, 592, 593. 9 കൊണ്ട് 923, 925, 932, 935, 952, 953. ഉണ്ടാക്കിയ ഏറ്റവും വലിയ സംഖ്യ 953-ഉം ചെറിയ സംഖ്യ 235-ഉമാണ്. അപ്പോൾ ഈ 235 ഉപയോഗിച്ച് അബാക്കസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ? 200 എന്ന് പറയുമ്പോൾ 100-ൻ്റെ സ്ഥാനത്ത് 2 മുത്തുകൾ, 35 അപ്പോൾ 3, 10-ൻ്റെ സ്ഥാനത്ത് 3 മുത്തുകൾ, 5 1-ൻ്റെ സ്ഥാനത്ത് 5 മുത്തുകൾ, 235. തുടർച്ചയായ 2 സംഖ്യകളുടെ തുകയുടെ പ്രത്യേകത എന്താണ്? തുടർച്ചയായ 2 സംഖ്യ എന്ന് പറയുമ്പോൾ 1 കൂട്ടണം 2, അതുപോലെ തന്നെ 2 കൂട്ടണം 3. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? അതുപോലെ തന്നെ 5 കൂട്ടണം 6, 6 കൂട്ടണം 7. 1 കൂട്ടണം 2 3, 2 കൂട്ടണം 3 5. ഇനി 5 കൂട്ടണം 6 11, 6 കൂട്ടണം 7 13. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? തുടർച്ചയായ 2 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയായിരിക്കും. കൂടുതൽ ഉദാഹരണങ്ങൾ ചെയ്ത് പ്രത്യേകത കണ്ടുപിടിക്കും. ഇനി 2 ഒറ്റ സംഖ്യകളുടെ തുകയുടെ പ്രത്യേകത എന്താണ്? 2 ഒറ്റ സംഖ്യകളുടെ തുകയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവ ഇരട്ട സംഖ്യയായിരിക്കും. നമുക്ക് നോക്കാം. 1 കൂട്ടണം 3 ഉത്തരം കിട്ടുന്നത് 4 4 ഇരട്ട സംഖ്യയാണ്. അതുപോലെ തന്നെ 5ഉം 7ഉം ഒറ്റ സംഖ്യയാണ്. ഉത്തരമായി വരുന്ന 12 ഇരട്ട സംഖ്യയാണ്. 2 ഇരട്ട സംഖ്യകളുടെ തുകയോ? അതും ഇരട്ട സംഖ്യയായിരിക്കും. ഉദാഹരണം 2 കൂട്ടണം 4 2ഉം 4ഉം ഇരട്ട സംഖ്യയാണ്. ഉത്തരമായി വരുന്ന 6ഉം ഇരട്ട സംഖ്യയാണ്.
അതുപോലെ 6ഉം 8ഉം ഇരട്ടസംഖ്യയാണ്. ഉത്തരമായി വരുന്ന 14ഉം ഇരട്ടയാണ്. 6ഉം 60ഉം 600ഉം ചേർന്നാൽ എത്ര? 600 കൂട്ടണം 60 660, 660 കൂട്ടണം 6 666. 8 നൂറുകൾ ചേർന്ന സംഖ്യ എത്ര പത്തുകൾ ചേർന്നതിന് തുല്യമാണ്? 8 നൂറുകൾ ചേർന്ന സംഖ്യ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 800 അല്ലേ? അത് എത്ര പത്തുകൾ ചേർന്നതിന് തുല്യമാണ്? 80 പത്തുകൾ ചേർന്നതിന് തുല്യമാണ്. 7 നൂറും 6 10ഉം 5 1ഉം ചേർന്ന് സംഖ്യയുണ്ടാക്കിയപ്പോൾ 675 എന്നെഴുതി. ശരിയായ സംഖ്യ ഏതാണ്? 675ൻ്റെ കൂടെ എത്ര പത്തുകൾ ചേർത്താൽ ശരിയായ സംഖ്യയാകും? 7 100 എന്ന് പറഞ്ഞാൽ 700, 6 10 എന്ന് പറയുമ്പോൾ 60, 5 1 5. അപ്പോൾ കൂട്ടി നോക്കൂ, എത്രയാണ് കിട്ടുന്നത്? 700 കൂട്ടണം 60 കൂട്ടണം 5, 765 കിട്ടേണ്ടിയിരുന്നത്. അതിനു പകരം 675 എന്നാണ് കിട്ടിയത്. അപ്പോൾ 675 എന്നുള്ളത് 765 ആവാൻ എത്ര പത്തുകൾ വേണം? 9 പത്തുകൾ വേണം. കാരണം 765 കുറയ്ക്കണം 675. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 90 ആണ്. 90 ആവാൻ 9 പത്തുകളാണ് വേണ്ടത്. അബാക്കസിലെ 100ൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തെടുത്ത് 10ൻ്റെ സ്ഥാനത്ത് ഇട്ടാൽ എത്ര സംഖ്യ കുറയും എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ സംഖ്യ നോക്കാം. 100ൻ്റെ സ്ഥാനത്ത് 4 മുത്തുകളും 10ൻ്റെ സ്ഥാനത്ത് 2 മുത്തുകളും 1ൻ്റെ സ്ഥാനത്ത് 3 മുത്തുകളാണ് ഉള്ളത്. അപ്പോൾ 4 100, 400, 2 10 20, 3 1 3, 423 ഉള്ളത്. മുത്ത് മാറ്റുമ്പോഴുള്ള സംഖ്യ, 100ൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്ത് മാറ്റി 10ൻ്റെ സ്ഥാനത്തേക്ക് ഇടുമ്പോൾ 3 100 300, 3 10 30, 3 1 3, 333. അപ്പോൾ 100ൻ്റെ സ്ഥാനത്ത് നിന്ന് 1 മാറ്റി 10ൻ്റെ സ്ഥാനത്തേക്ക് ഇടുമ്പോൾ 90 കുറയുന്നത്. എങ്ങനെയാണ്? 423 ഉണ്ടായിരുന്നു, ഇപ്പോഴത് 333 ആയി. അപ്പോൾ 90 കുറയും. 100ൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് 1ൻ്റെ സ്ഥാനത്ത് ഇട്ടാൽ സംഖ്യ എത്ര കുറയും? 99 സംഖ്യ കുറയും. എങ്ങനെയാണ്? 423-ലെ 4ൻ്റെ സ്ഥാനത്ത് നിന്നാണ് 3ൻ്റെ സ്ഥാനത്തേക്ക് ഒരു മുത്ത് പോകുന്നത്. അപ്പോൾ അത് 324 ആകും. അങ്ങനെയാണെങ്കിൽ 423 കുറയ്ക്കണം 324. ഉത്തരം വരുന്നത് 99. അബാക്കസിൽ ഇപ്പോഴുള്ള മുത്തുകൾ മാത്രം ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യ, അതുപോലെ തന്നെ ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ. അബാക്കസിൽ 9 മുത്തുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഉണ്ടാക്കാവുന്നത് 900. അതായത് 9 മുത്തുകളും 100ൽ ഇടുക. അപ്പോൾ നമുക്ക് 900 കിട്ടും. ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ എന്ന് പറയുന്നത് 108 ആണ്. 100ൽ ഒരു മുത്തും 10ൽ മുത്തുകളിടാതെ 1ൽ 8 മുത്തുകളിടുക. പാറ്റേൺ പൂർത്തിയാക്കാം. 596, 597, 598 ഓരോന്ന് വീതമാണ് കൂടുന്നത്. 599, 600, 102, 112, 122, 10 കൂടി പോകുന്നു. അപ്പോൾ 132, 142, 123, 234, 345, 111 വീതം കൂടുന്നു. അപ്പോൾ 456, 567, 986, 886, 786 100 വീതം കുറയുകയാണ്. അപ്പോൾ അടുത്തത് 686, 586, 900, 890, 880 10 വീതം കുറയുകയാണ്. അപ്പോൾ 870, 860. കളം പൂർത്തിയാക്കൂ. 789 തന്നിരിക്കുന്നത്. അതിനെ വിവിധ രൂപത്തിൽ എഴുതണം. എങ്ങനെയാണ്? 789 ഒന്നുകൾ ചേർന്നതാണ് 789. അതുപോലെ തന്നെ 78 പത്തുകളും 9 ഒന്നുകളും ചേർന്നതാണ് 78 10 എന്ന് പറയുമ്പോൾ 780 കൂട്ടണം 9 789. ഇനി എങ്ങനെയൊക്കെ എഴുതാം?
7 നൂറുകൾ 8 പത്തുകൾ 9 ഒന്നുകൾ. 7 നൂറുകൾ 700, 8 പത്തുകൾ 80, 9 ഒന്നുകൾ. അപ്പോൾ 789. അടുത്തത് 7 നൂറുകളും 89 ഒന്നുകളും. 789 എന്ന് കിട്ടും. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവരും പാഠഭാഗം നന്നായി പഠിക്കണം. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്